ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും. ഹല്ലേലൂയ. ആദ്യമായിട്ട് IPC ദോഹ ഇൻക്രെഡിബിൾ ഒരു നല്ല കയ്യടി ഫോർ ഓൾ ദി മ്യൂസിഷ്യൻസ്, ഓൾ ദി ടാലൻറ്റഡ്. ഞാനിവിടെ ഇരുന്ന് പാട്ടുകൾ കേട്ട് ഐ വാസ് എൻജോയിങ് എല്ലാ പാട്ടുകളും. ഇറ്റ് വാസ് റിയലി പറയുകയാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ അടിപൊളി, ഹിന്ദി പറയുന്നത് താബർ തോഡ്, ഏനോ ക്യാ പെർഫോമൻസ് താ. എല്ലാം ഐ റിയലി എൻജോയ്ഡ്, എക്സ്പെഷ്യലി brother guys and the team and the last girls and that group song was exceptional. ഇതിന് മുകളിൽ ഇനി ഞാൻ എന്ത് പാട്ട് പാടാനാണ് ഞാൻ ആലോചിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് തിങ്കിങ് വാട്ട് ടു ഡു. ഈ ദേവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന പാസ്റ്റർ PV ഉമ്മൻ അവർ ആൻഡ് പാസ്റ്റർ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ മോൻസി അങ്കിൾ ആൻഡ് ഫാമിലി ആൻഡ് എബനെ ഞാൻ നോക്കുന്നു. എബൻ ഇവിടെ ഉണ്ടോ? എബനില്ലേ? എബൻ പോയോ? ഓക്കെ ആൻഡ് ദെൻ പല ആൾക്കാരുണ്ട്. ആൻഡ് സൗണ്ട്സിൽ ബൈജു ചായനുണ്ട്. സോ സച്ച് എ ഗ്രേറ്റ് ജോയ് ടു സീ എവറി വൺ ഓഫ് യു. നിങ്ങൾ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വി വർ ജസ്റ്റ് എൻജോയിങ് കപ്പിൾ ഓഫ് മ്യൂസിക്. ഒന്ന് പക്ഷേ എല്ലാ കണ്ണുകളും അടയട്ടെ. ക്യാൻ വി ഓൾ ജസ്റ്റ് നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഈ നേരം, നീയാണെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഈ നേരം, നീയാണെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഈ നേരം, നീയാണെൻ എല്ലാമെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും വിശ്വാസ കരങ്ങളുയർത്തി പാടാമോ? എൻ്റെ എല്ലാമെല്ലാം നീയേ, ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീ
എന്നാത്മാവിൻ മോചനം ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സ്വാതനം ഓ എന്നാത്മാവിൻ സ്വാതനം നീയാണെന്നുള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നും എന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു ഓ നിൻ മുൻപിൽ വണങ്ങുന്നു ഓ നീയാണെന്നുള്ളിലെ ഗാനം നീയാണ് നാവിലെ ഗീതം നീ തന്നെ എന്നും എന്നാശ നീ മുൻപിൽ വണങ്ങുന്നു ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. And this is my story. This is my song, praising my Savior all the day long. This is my story. This is my song, praising my Savior all the day long. Yeah, oh, എനിക്കു പാടും പ്രശംസയോ ദൈവ കുഞ്ഞാടും താൻ കുരിശോ എനിക്കു പാടും പ്രശംസയോ ദൈവ കുഞ്ഞാടും താൻ കുരിശു. This is my story. This is my story. This is my song. കരകൊട്ടി പാടാമോ? Yeah, praising my Savior all the day long. This is my story. This is my song, praising my Savior all the day long. Hallelujah. ഞാനിവിടെ ദോഹ വന്നപ്പോൾ YP ക്യാമ്പ് അത് കഴിഞ്ഞിട്ട് PYPയുടെ ക്യാമ്പ് PYP 2 ദിവസം ക്യാമ്പാണ്, കേരള സ്റ്റേറ്റ് ക്യാമ്പ്. ഇതെൻ്റെ 3ാമത്തെ തവണയായിരുന്നു. ഞാൻ ആ ക്യാമ്പ് കഴിഞ്ഞ് ലാസ്റ്റ് എൻ്റെ സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഐ എം ഡൺ. എനിക്ക് ഭയങ്കര ജലദോഷം, എൻ്റെ തൊണ്ടയെല്ലാം പോയി. അങ്ങനെയാണ് ഞാൻ ദോഹ വന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, ബൈജു ചായനൊക്കെ ഉണ്ടായിരുന്നു 3 ദിവസത്തെ കൺവെൻഷൻ. എനിക്കറിയത്തില്ല, ഞാൻ വളരെ വേദനയോടെയും പ്രയാസത്തോടെ ഞാൻ ദോഹ വന്നത്. ഹൗ ഐ എം ഗോയിങ് ടു സിങ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ കൺവെൻഷൻസ് എല്ലാം വളരെ എനിക്ക് ഞാൻ പറയട്ടെ എൻ്റെ പാട്ടിനെക്കാട്ടെല്ലാം ഉപരിയായി ഭയങ്കര ദൈവ സാന്നിധ്യം. പല പിള്ളേർ അഭിഷേകത്താൽ നിറയുന്നതും ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിക്കാൻ അവനിടെ എനിക്കിപ്പോൾ ഈ ത്രോട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് എൻ്റെ ത്രോട്ട് ഒത്തിരി ഇതായത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പാട്ടിൻ്റെ എല്ലാ ഗാംഭീര്യത്തെക്കാട്ടും ഉപരിയായി ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. ഞാൻ ചില ഹിന്ദി പാട്ടുകൾ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
ഞാനിവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ആക്ച്വലി PYPA ഷെറിൻ ചൈൻ ആൻഡ് ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന അവർക്കൊരു നല്ല കൈയടി കൊടുത്തത്. ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദം. കാരണം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ്. അവിടുത്തെ പിള്ളേർക്കൊക്കെ ഇതേപോലെയൊക്കെ ചെയ്യണം എന്നുണ്ട്, ഞങ്ങൾക്ക് ഇതേപോലെയൊക്കെ ചെയ്യണം. പക്ഷേ അങ്ങനത്തെ അവസരങ്ങളില്ല. ഇപ്പം എക്സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 2 മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങളൊരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് വരിക. എന്തൊക്കെയാണ് ഇവിടെ അവരാരാധിച്ചുകൊണ്ടിരുന്ന വീട്ടിലാണ് അവരാരാധിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് സുവിശേഷ വിരോധികൾ ബജ്രംഗ് ദൾ RSS വരികയും പാസ്റ്ററെ തല്ലുകയും പാസ്റ്ററുടെ മോനെ തല്ലുകയും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പാസ്റ്ററുടെ മോനെ തല്ലുകയും പാസ്റ്ററുടെ മോനെ തല്ലിയപ്പം മൂക്കിൽ നിന്നെല്ലാം ബ്ലഡ് വരാൻ തുടങ്ങി. അവിടെയുള്ള സ്ത്രീകളെ തല്ലാൻ തുടങ്ങി. അതിനകത്ത് ഒരു സ്ത്രീ ഒരു പ്രഗ്നൻറ്റ് വുമൺ ആയിരുന്നു. പോലീസ് വന്നു, FIR എഴുതുന്നില്ല. അവർ ആകെ കൂടെ വേറൊരു അവസ്ഥയായിരുന്നു. ഞങ്ങളെല്ലാം ലീഡേഴ്സ് എല്ലാവരും അവിടെ ചെന്നു. ഞങ്ങൾ ഈ പോലീസിൻ്റെ അടുത്ത് പറയായിരുന്നു FIR എഴുതാൻ. പക്ഷേ FIR എഴുതത്തില്ല. കാരണം ഈ ചെയ്ത ആൾ CM ചീഫ് മിനിസ്റ്ററിൻ്റെ അടുത്ത ആളാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ഈ വിശ്വാസികൾ, ഈ അടിയേറ്റ വിശ്വാസികൾ, ഈ ബ്ലീഡിങ് ആവുന്ന വിശ്വാസികൾ, അവർ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തിരുന്ന് അവർ പാട്ടുപാടാൻ തുടങ്ങി. പ്രഭു കാ ധന്യവാദ് കരോ ഉസ്ക സംഗതി മേ സദാ രഹൂ. നോർത്ത് ഇന്ത്യക്കാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരാധിക്കാൻ, നിങ്ങൾ കൈയടിക്കാൻ. അവർക്ക് എവിടെ അവസരം കിട്ടിയാൽ അവർ ദൈവത്തെ സ്തുതിക്കും, അവർ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവം ഇത്രയും സ്വാതന്ത്ര്യം തരുമ്പോൾ എത്രമാത്രം അധികമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു ഹിന്ദി പാട്ട് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ടിങ്ങനെ തൂ അവർണിത് ഹൈ തേരി സ്തുതി പ്രശംസ ഹോ തേരി ഹർ പൽ മഹിമ ഹോ. ഒരു വളരെ അർത്ഥമായിട്ടുള്ളൊരു പാട്ടാണ്. എന്നെ കൂടെ തേരി സ്തുതി പ്രശംസ ഹോ ഓർക്കാറ്. തേരി സ്തുതി പ്രശംസ ഹോ തേരി ഹർ പൽ മഹിമ ഹോ. ഇതിന്റെ കോറസ് ഇങ്ങനെയാണ്. തൂ അവർണിത് ഹൈ ഓർക്കാറ്. തൂ അവർണിത് ഹൈ तू सुंदर है मेरा पहला प्यार है. ഓക്കെ. സോ വളരെ സിമ്പിളായിട്ടുള്ള പാട്ട്. ഇതിനിടയ്ക്ക് ഒരു കോറസ് ഉണ്ട്. അത് നമ്മൾ ഒരുമിച്ച് അത് പാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാമോ? ഒറ്റ വ്യത്യാസമുള്ളൂ. എൻ്റെ കയ്യിൽ മൈക്കുണ്ട്, നിങ്ങളുടെ കയ്യിൽ മൈക്കില്ല. നിങ്ങൾക്ക് മൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് എടുക്കാം. കൊടുക്കും. അത്യാവശ്യം കുറേ മൈക്കുണ്ട്. മൈക്കിന് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാം ടാലൻറ്റഡ് സിംഗേഴ്സാണ്. ഇവിടെ ആൻറ്റിമാരും അങ്കിളുമാരും എല്ലാവരും നിർത്തി അങ്ങ് പാട്ട് പാടുമോ. അങ്ങനെ ചെറിയ വരെ പാട്ട് പാടും. സോ കുറച്ചും കൂടെ ശബ്ദം ഉയർത്തി അവിടെ യൂസിങ് എല്ലാം ഉപയോഗം. स्तुति प्रशंसा हो तेरी हर पल महिमा हो. चल पढ़ी काटे. तेरी स्तुति प्रशंसा हो तेरी हर पल महिमा हो. तेरी स्तुति प्रशंसा हो तेरी हर पल महिमा हो. तेरी स्तुति प्रशंसा हो तेरी हर पल महिमा हो.
अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तेरी स्तुति प्रशंसा हो, तेरी हर पल। ഇവിടെ കുറെ യൂത്ത്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ തേരി സ്തുതി പ്രശംസ ഹോ അല്ലെങ്കിൽ ഈ ഓ പാടുമ്പോൾ, എസ്പെഷ്യലി ഗേൾസ് ആൻഡ് ദ ബോയ്സ്. ബോയ്സ് ഇഫ് you can come in the front, girls I think you are all in the front. നിങ്ങൾക്ക് തോളത്ത് കൈയിട്ട്, very good, very good. Doha episode girls are more bold, powerful girls are more, yeah. So നമ്മൾ ഈ തേരി സ്തുതി പ്രശംസ ഹോ ഓ പാടുമ്പോൾ I want you all to jump, all right? So നിങ്ങൾ അടുത്ത്, why the reason why I asked you ഇങ്ങനെ തോളത്ത് കൈയിടാന്ന് പറഞ്ഞാൽ, നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ ചാടുന്നില്ലെങ്കിൽ അവരെ എത്തിപ്പിച്ച് ചാടുക. all right? So പുറകിലുള്ള ആൾക്കാർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. നിങ്ങൾക്ക് ചാടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തുവാല ഉണ്ടെങ്കിൽ, തുവാല ആൻറ്റിമാരുടെ കയ്യിൽ ഷോൾ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഷോൾ ഇട്ട് ഇങ്ങനെ കറക്കണം, ചാടാൻ പറ്റിയില്ലെങ്കിൽ. നിങ്ങൾ എൻ്റെ കൂടെ സഹായിക്കണേ. സഹായിക്കാൻ പറ്റുമോ? അയ്യോ കറക്കിയ നിങ്ങൾ ചാടിക്കോ. വെരി ഗുഡ്, അത് മതി, അത് മതി, അത് സഹോദരന്മാരുടെ കയ്യിൽ തുവാല കാണത്തില്ലെന്ന് അറിയാം. തുവാല ഉണ്ടെങ്കിൽ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഓ പാടുമ്പോൾ प्रशंसा हो, तेरी हर पल महिमा हो। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। शब्द में उठे ओ ओ ओ ओ ओ ओ निराशाओं में मेरा आशा बना तू, मेरी खामोशियों को समझा तूने प्रभु। मेरी निराशाओं में मेरी आशा बना तू, मेरी खामोशियों को समझा तूने प्रभु। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। Beautiful, come on. तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। 1 2 3 go. Oh 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 oh. Hey. Oh 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 oh. मेरी निराशाओं में मेरी आशा बना तू, मेरी खामोशियों को समझा तूने
तूने प्रभु तेरी निराशाओं में तेरी आशा बना तू मेरी खामोशियों को समझा तूने प्रभु तू अवर्णित है तू सुंदर है मेरा पहला पहला प्यार है तू अवर्णित है तू सुंदर है मेरा पहला पहला प्यार है तेरी स्तुति प्रशंसा हो तेरी हर पल महिमा हो तेरी स्तुति प्रशंसा हो तेरी हर पल महिमा हो तू अवर्णित है तू सुंदर है मेरा पहला पहला प्यार है तू अवर्णित है तू सुंदर है मेरा पहला पहला प्यार है तेरी स्तुति तेरी हर पल ओ तेरी स्तुति तेरी हर पल शब्द പുകഴ്ത്തിടേ വാദേവനെ പുതിയ കൃപകളോടെ പാടി പുകഴ്ത്തിടേ വാദേവനെ പുതിയ കൃപകളോടെ ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന നിങ്ങൾക്ക് സെയിം ആക്ഷൻ ചെയ്യാം നൃത്തം ചെയ്യാം ഞാൻ മറക്കായെന്ന താഴ്ത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാതയെന്നും ഓടും ഞാൻ താഴ്ത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാതയെന്നും ഓടും യേശു എന്ന നാമമേ എല്ലാത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എല്ലാത്മാവിൻ ഗീതമേ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ യേശു എന്ന നാമമേ
പുകഴ്ത്തിടുമേ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും ഞാൻ ക്ലോക്ക് നോക്കിയില്ലായിരുന്നു. നിങ്ങൾക്ക് പാട്ടുകൾ ഇനി വേണോ? മുമ്പിൽ മാത്രം കേൾക്കുന്നുണ്ടോ? പുറകിൽ കേൾക്കുന്നില്ല. യെസ് പറഞ്ഞ ആൾക്കാർ കുറച്ച് കഴിയുന്നേരം നിങ്ങളെ ഞാനിവിടെ പാടിക്കൊണ്ടിരിക്കും, നിങ്ങളെ വലിച്ചുകൊണ്ടും പോകും. സോ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് മാത്രമേ ഞാൻ ചെയ്യാം. ഷെറിനും I think it's a request from all of you. The song is called as Bolo Yeshu Masih Ki Jai. ഇവിടെ ആശീർവാദം പറയുമ്പോൾ 3 തവണ നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ഹല്ലേലൂയ പറയുന്നത്. ബൈബിളിലെ സിബ്ബ അപ്പോഴേ ഇടും. ഞങ്ങളുടെ അവിടെ ബോലോ പ്രഭു യേശു മസീഹ് കി ജയ്. അപ്പം ഈ പാസ്റ്ററിന്റെ വിരൽ ഇങ്ങനെ പോകുന്ന വരെ ഈ ജയ് ഇങ്ങനെ സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കും. ഓൾറൈറ്റ്, ഓൾറൈറ്റ്. സോ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. ഇതിലെല്ലാവരും ആരും നിങ്ങൾ ക്ഷീണിച്ചോ, തളർന്നോ? പുറകിൽ ഓക്കെ. ഈ പാട്ടിങ്ങനെ ബോലോ യേശു മസീഹ് കി. അടുത്തിരിക്കുന്ന ആൾക്കാരെ ഇടിക്കല്ലേ. ബോലോ യേശു മസീഹ് കി ജയ്. അതായത് ബോലോ 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 സാരെ ബോലോ ബോലോ യേശു മസീഹ് കി. യേശു का प्यार लेबारी. लेबारी ഒരു മറാഠി വേർഡാണ്, മീൻസ് ഓസം. യേശുക്ക് പ്രീതി ലേബാരി, യേശുക്ക് സാമർഥ് ലേബാരി. ബോലോ യേശു മസീഹ് കി. സോ ഇതൊരു കോൺസെർട്ട് ആയതുകൊണ്ട്, മ്യൂസിക്കൽ ഇതായതുകൊണ്ട് ഐ ഹാവ് സംതിങ് സ്പെഷ്യൽ ഫോർ യു. സോ IPC ദോഹ, ആർ യു ഗൈസ് റെഡി? നമ്മുടെ മധ്യത്തിൽ ഇവൻ ബൈജു പാസ്റ്റർ വരെ ഉണ്ട്. ബൈജു മാലക്കര പാസ്റ്റർ ഓൾസോ ഇസ് ദേർ. താങ്ക് യു പാസ്റ്റർ ഫോർ ബീയിങ് ഹിയർ. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് ഓൾ സിംഗ് ടുഗദർ ആൻഡ് വർഷിപ്പ് ദി ലോർഡ്. നിങ്ങളെല്ലാം റെഡിയാണ്? ആർ യു ഗൈസ് റെഡി? मसीह की जय, ओम बोलो यीशु मसीह की जय, ओम बोलो यीशु मसीह की जय. Beautiful. ओम बोलो यीशु मसीह की जय. बोलो 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 सारे बोलो 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 सारे बोलो. ओम बोलो यीशु मसीह का प्यार ले भारी ले भारी ले भारी. यीशु का प्रीति ले भारी ले भारी ले भारी. यीशु का सामर ले भारी ले भारी ले भारी. यीशु का सामर ले भारी ले भारी. ओ बोलो यीशु मसीह की. ओ बोलो यीशु मसीह की. ओ बोलो यीशु मसीह की. बोलो यीशु मसीह की. everybody. Everybody, clap your hands. Here we go. When he rolls up his sleeves and he's putting on the wrist, the thunder with the fist, the blacking in the fist. Jordan wasn't joking when they kicking out of feet, so wasn't no reason. Shed his breath, he's switching his sweat because of better willing. When the sky was starless and the void of by night, he's spoken to the darkness and created the light. Judgment and the wrath he poured on the side of animals, yet grace he gave us at the cross.
ഞാൻ എപ്പോഴും when I come to the stage, ഞാൻ മൈക്ക് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഐ ആം നോട്ട് worthy of it. ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. എന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ ചില ആൾക്കാർക്ക് എൻ്റെ സാക്ഷ്യം അറിയാം. ഞാൻ ജനിച്ചു വളർന്നത് സലാല ഒമാൻ എന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് വളരെയധികം അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്നും എനിക്ക് നേരെ സംസാരിക്കാൻ കഴിയത്തില്ല. കൊത്തയെന്ന് പറയും. ഞാൻ അന്ന് പാടിച്ച ഒരു പാട്ടുണ്ട്, ഞാൻ നാട്ടിൽ പോയപ്പോഴൊക്കെ പഠിച്ച പാട്ട്. ആ പാട്ട് ഞാൻ പാടി നടന്നത്, എന്താ ദൈവം എന്താ പോത്തുന്നു എന്ന കാക്കുന്നു തന്തേ തിതഗതിയിൽ. ഒരിക്കലും പാടുന്ന പാട്ടുകളും ഒരിക്കലും പറയുന്ന വാക്കുകളും ഒരിക്കലും ക്ലിയർ അല്ല. ഒരു പ്രാവശ്യം ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സിൽ വന്ന് ചോദിച്ചു, 1 മിനിറ്റിന് വന്ന് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് ആകെ കൂടെ ഗുഡ് മോർണിംഗ് മാത്രം പറയാൻ പറ്റി. പിന്നീട് ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ അതേ സെയിം വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ പാട്ട് പാടിയതും റാപ്പ് ചെയ്തതും. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ഹല്ലേലൂയ. I had different issues, different struggles. എൻ്റെ abdominal and digestive system complicated ആണ്. എനിക്ക് പലപ്പോഴും എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിരുന്നു. പെയിൻ ആയിരുന്നു. പലപ്പോഴും പേരൻസ് ടീച്ചേഴ്സ് വിളിക്കുമായിരുന്നു, കാരണം ഒത്തിരി ലീവ്സ് എടുത്തുകൊണ്ട്. എപ്പോഴും അവരുടെ മുഖത്ത് ഹെൽപ്ലെസ്നെസ് കാണാൻ തക്കണമിടയായി. എൻ്റെ തേർഡ് തിങ് വാസ്, എൻ്റെ മുഖത്ത് വിറ്റാമിൻ ഡെഫിഷ്യൻസി ആണോ വേറെ എന്തോ ഇത് കാരണം വെർട്ടിഗോ പോലെ വൈറ്റ് പാച്ചസ് ആവാൻ തുടങ്ങി. I went through a lot of struggles as a child, one after another. എൻ്റെ പപ്പയും മമ്മിയും വിശ്വാസത്തിൽ വരാൻ one of the reason എൻ്റെ ലൈഫിൽ ഒരു വ്യത്യാസത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. God was waiting for me. I was abused in many ways. I was abused homosexually, not just once, twice. അബ്യൂസ് ആണപ്പോൾ ഞാനൊരു ട്രോമ സ്റ്റേറ്റിൽ പോയി. എനിക്കിവൻ എക്സാം എഴുതാനാകട്ടെ പഠിക്കാനാകട്ടെ എനിക്കിവൻ എൻ്റെ റൂമിൽ പോലും പോകാൻ എനിക്ക് പേടിയായിരുന്നു. ദാറ്റ് വാസ് മീ. ഞാനൊരു ട്രോമ സ്റ്റേറ്റിൽ പോയി. ആൻഡ് ഐ ട്രൈ കമ്മിറ്റിംഗ് സൂയിസൈഡ് 3 times. 3ാമത്തെ തവണ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റർ ചെയ്യുന്ന കണ്ടു. അവൾ എന്നെ രക്ഷിച്ചു. ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. ബട്ട് അന്ന് ആ വെള്ളിയാഴ്ച ആരാധന നടക്കുമ്പോൾ അവിടെ ധ്യാനിച്ച സങ്കീർത്തനം ഇങ്ങനെയാണ്, ഇംഗ്ലീഷ് ഇങ്ങനെ, for you are fearfully and wonderfully made. എനിക്കറിയത്തില്ല എൻ്റെ ലൈഫിനെ കുറിച്ച് ദൈവത്തിന് ഇത്ര വലിയ പദ്ധതി ഉണ്ടെന്ന്. ഞാൻ പറയട്ടെ, ഇന്ന് ലോകം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ലോകം നിൻ്റെ തലമുറയെക്കുറിച്ച് എന്ത് പറയുന്നു, ദാറ്റ്സ് നോട്ട് വാട്ട് മാറ്റേഴ്സ്. ഇന്ന് ദൈവം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ദൈവം നിൻ്റെ തലമുറയെക്കുറിച്ച് എന്ത് പറയുന്നു, ദാറ്റ്സ് വാട്ട് ഇറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില കൈപ്പേറിയ അനുഭവങ്ങൾ വരുന്നത് കാരണം ദൈവം നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ചില വ്യക്തി ജീവിതങ്ങളുടെ ദൈവം, ചില കുടുംബങ്ങളുടെ ദൈവം സംസാരിക്കുവാണ്. ദീർഘനാളുകളായി നീ ചില കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് 2026 ആദ്യ ഈ ഫ്രൈഡേയിൽ ഞാൻ ദൈവാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സിറ്റുവേഷൻസ് മാറാൻ പോവാണ്, നിന്റെ സർക്കംസ്റ്റാൻസസ് മാറാൻ പോവാണ്. ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്ക് ദൈവം ഒരു ഉത്തരമായിട്ട് ഈ 2026, I believe it's a year of promises. Hallelujah. ദീർഘനാൾ ഞാൻ ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചർച്ച വരുമ്പോൾ ചർച്ചിലുള്ള അങ്കിൾ ആൻറ്റിമാർ അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് അങ്കിൾ ആൻറ്റിമാർ അന്യഭാഷയിൽ ആരാധിക്കുന്ന പോലെ എനിക്ക് ആരാധിക്കണം. അങ്ങനെ ചെറിയ പൈതലായ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. 6-8 മാസത്തോളം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇറ്റ് വാസ് ഇൻ ദി ഇയർ 1998 November 6. ഞങ്ങൾ ചുരുക്കം ചിലരായി ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് നീ എന്നെ നിറയ്ക്കാതെ ഐ വിൽ നോട്ട് ലീവ് ദിസ് പ്ലേസ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് വരെ അനുഭവിക്കാത്ത സമാധാനം, സന്തോഷം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി വെയ്റ്റ്ലെസ് ആവാൻ തുടങ്ങി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് വരെ സംസാരിക്കാത്ത ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. മീറ്റിംഗ് 2-3 മണിക്കൂറോളം നീണ്ടു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന വ്യക്തികൾ മനസ്സിലാക്കിയ കാര്യമുണ്ട്, എൻ്റെ എല്ലാ അബ്നോർമാലിറ്റീസ് എൻ്റെ യേശു സൗഖ്യമാക്കി. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എനിക്കൊരു പൂച്ചയെ പോലെ എനിക്ക് മോങ്ങാൻ കഴിയത്തില്ല. ഞാൻ സിംഹത്തെ പോലെ അലറും. മൈക്കുണ്ടെങ്കിലും മൈക്കില്ലെങ്കിലും ഹല്ലേലൂയ. ദൈവത്തെ എവിടെ ആരാധിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. കാരണം സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുടെ വേദന നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. എൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സ്റ്റോറി, എൻ്റെ സ്വപ്നം എൻ്റെ മാർക്സിനെക്കാട്ടും വലുതായിരുന്നു. ഒരു പ്രാവശ്യം ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സിൽ വന്ന് ചോദിച്ചു, വാട്ട് യു വാണ്ട് ടു ബി ഇൻ യുവർ ലൈഫ്?
എല്ലാവരും പറഞ്ഞു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു എനിക്കൊരു പൈലറ്റ് ആവണം, എനിക്കൊരു എയറോനോട്ടിക്സ് എഞ്ചിനീയർ ആവണം. ക്ലാസ്സിലുള്ളവർ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എൻ്റെ ടീച്ചർ പറഞ്ഞു സുജിത്ത് ആദ്യം നിന്നെ എക്സാം പാസ്സാവുക, ദെൻ വിൽ തിങ്ക് അബൌട്ട് എയറോനോട്ടിക്സ്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ഐ ആം ആൻ എയറോനോട്ടിക്സ് എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. ഞാൻ HAL ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം എനിക്ക് ഏത് ഗൾഫിൽ ജനിച്ചു വന്ന ഏത് കൊച്ചിനും ഗൾഫിൽ തന്നെ തിരിച്ചു വന്ന് ഇവിടുത്തെ ഷവർമയും ഗ്രിൽ ചിക്കനും കഴിക്കാൻ ആഗ്രഹം. ആൻഡ് ഐ ഓൾസോ ഹാവ് ദ ഡിസയർ. എൻ്റെ പപ്പയുടെ റെക്കമെൻഡേഷൻ ത്രൂ ഒമാൻ എയറിൽ ഒരു സുവർണ്ണ ഒരു അവസരം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് സ്പൈസ് ജെറ്റിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഡിസയർ ആണ് എയറോസ്പേസ് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാൻ. പക്ഷെ ദാറ്റ് ഇസ് ദ ഡേ, ഒരു ഞായറാഴ്ച ആഴ്ച എനിക്ക് ഐ ഹാഡ് ടു ടേക്ക് എ ഫൈനൽ ഡിസിഷൻ. ആ ഞായറാഴ്ച ദൈവം എൻ്റെ അടുത്ത് ഹൃദ്യമായി സംസാരിച്ചു. ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ വിടുവിച്ചൊരു പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞു കർത്താവേ, ഒരു പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ റെഡിയല്ല. അമ്മേ ഹല്ലേലൂയ. ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അമ്മേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനെല്ലാം വിട്ടുവരാൻ. ഞാൻ പറഞ്ഞു കർത്താവേ, ഇതിനു വേണ്ടി എൻ്റെ പാരൻസ് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തു, കാശ് മുടക്കി. ദൈവം ചോദിച്ച ഒറ്റ ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു കർത്താവ് ഇതെൻ്റെ സ്വപ്നമാണ്. ദൈവം ചോദിച്ച ഒറ്റ ഒരു ചോദ്യമാണ്, നിൻ്റെ സ്വപ്നമാണോ വലുത് അതോ എൻ്റെ ഹിതമാണോ വലുത്? ഞാൻ പറഞ്ഞു കർത്താവേ, യോർ വിൽ ഇസ് ഗ്രേറ്റർ ദാൻ ഓൾ മൈ ഡ്രീംസ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ക്രൂഷ്യൽ ഡിസിഷൻ എടുത്തു. ഐ സെഡ് നോ ടു ദ വേൾഡ് ആൻഡ് ഐ സെഡ് യെസ് ടു ഗോഡ്. കൂട്ടുകാരും ചർച്ചക്കാരെല്ലാം ഞാൻ മണ്ടനാന്ന് പറഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം എമിറേറ്റ്സിലും എത്തിഹാദിലും ലുഫ്താൻസയിലും എയർ ഡിഫൻസിലും മിനിമം 6 lakh rupees they earn per month. പക്ഷേ ഇന്ന് 15 വർഷം പരമായി ഞാൻ ഇന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഐ കൺസിഡർ ഡൂയിങ് ദ മിനിസ്ട്രി ആസ് ദ ഗ്രേറ്റസ്റ്റ് ജോയ് ആൻഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ദാൻ എനി അതർ ജോബ് ഇൻ ദിസ് വേൾഡ്. സുവിശേഷ വേല മറ്റുള്ള ഏത് ജോലിയെക്കാട്ടും ഞാൻ ശ്രേഷ്ഠമായി ഞാൻ എണ്ണുന്നു. ഇതേത് മേഖലയിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നു, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മുടെ ഹൃദയത്തിന് ആഗ്രഹം അറിയുന്ന ഒരു കർത്താവുണ്ട്. ഒരു നിമിഷം എല്ലാ കണ്ണുകളുടെ എൻ്റെ സമയം has come to an end. പക്ഷെ ഈ ഒരു പാട്ട് പാടി, that's all worship. എന്നെക്കാട്ടും നന്നായിട്ട് I believe you guys sing. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടി മാത്രപ്പെടുത്താം. Thank you Jesus. എന്നെ നടത്തും ആ പൊന്നുകരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. കരങ്ങളൊരുത്തി പാടാമോ? Oh